വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. A few moments later. കാര്യം ജ്ഞാനശീലായിട്ട് ഇത്രയും കാലം പറഞ്ഞത് മുഴുവൻ മണ്ടത്തരമാണെങ്കിലും ഇതിൽ കാര്യമില്ലാവില്ല. ഈ കുട്ടി ഒരു മരുന്ന് തന്നു, അത് കഴിച്ചപ്പ തന്നെ പോയി. അല്ലേ കമല? മാങ്ങാ തൊലി ഇങ്ങനെ നക്കി തിന്നാതെ അധ്വാനിച്ച് ജീവിക്കണ മനുഷ്യ ശരീരത്തിൽ 72,000 നാഡീ വ്യൂഹങ്ങളാണല്ലോ. അതിൽ ഒരെണ്ണത്തിന് ഒരടി കിട്ടിയാ പോരെ സാർ, മൊത്തം കൺട്രോളും പോകും. ഒരു ഒറ്റ ഇടിയ പറ്റുന്നുണ്ടല്ലോ. എന്റെ സ്വഭാവം അറിഞ്ഞൂടാ. എന്റെ വ്യക്തിത്വത്തിൽ തുടരരുത്, അവിടെ മാത്രം തൊട്ട് കളിക്കരുത്. എന്താടാ എന്താടാ നിനക്കൊക്കെ കുറെ നേരമായാലും നീ ഇവിടെ വിളയുന്നു. ഉപദേശിക്കാൻ നീ ആരാ? ഞങ്ങളുടെ തന്തമാരോ? കൊള്ളാം, പഴയ സ്വഭാവം വിട്ടിട്ടില്ലല്ലേ? വീട്ടിൽ തല്ലും തുടങ്ങിയോ? അപ്പൊ വല്യമ്മാവൻ ആള് മോശമല്ലല്ലോ അച്ഛാ. ഗുണദോഷ കമ്മിറ്റിക്ക് ഇവിടെയും ഒരു കുറവുമില്ല. പക്ഷെ തോന്നിയാസം കാണിച്ച പ്രായ വ്യത്യാസം നോക്കുന്ന പ്രശ്നമില്ല. അടി ഉറപ്പാ. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? സെക്കൻഡുകൾക്കുള്ളിൽ തലവേദന വരികയും സെക്കൻഡുകൾക്കുള്ളിൽ തലവേദന മാറിപ്പോണേ എങ്ങനെയെന്ന് മാത്രമേ ഞങ്ങൾ ചോദിച്ചോളൂ. ചേട്ടാ, ഈ ബെസ്റ്റ് ആക്ടറിന് എന്റെ പേരൊന്നും പരിഗണനയിൽ വന്നില്ലേ? നിന്റെ പേര് ജഡ്ജിംഗ് കമ്മിറ്റി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിനക്ക് വല്ലതും പറ്റിയ? ഹേയ്, പിന്നെ എന്തിനാ നീ നിലവിളിച്ചത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി.